Welcome back to my channel Talent Outlet. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതുണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അരിപ്പൊടി 1 കപ്പ്, ക്യൂമിൻ സീഡ് അഥവാ ചെറിയ ജീരകം 1 ടീസ്പൂൺ, കരിഞ്ജീരകം 1 ടീസ്പൂൺ, അരമുറി തേങ്ങ ചിരകിയത്, ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് അത് ബോയിലാവാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. വെള്ളം നല്ല ബോയിലായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടായ വെള്ളം കുറേശ്ശെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിപ്പൊടിയൊക്കെ നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇനി ഗ്രൈൻഡറിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ക്യൂമിൻ സീഡും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി അരിഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവേണ്ട ആവശ്യമില്ല. ഈ ഒരു ടെക്സ്ചറിൽ അരച്ചെടുത്താൽ മതി. വാട്ടിയെടുത്ത മാവിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കരിഞ്ജീരകം 1 ടീസ്പൂണും കൂടി ചേർത്ത് നന്നായി ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കാം. മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി സേവൻ ആയിലേക്ക് ഈ സ്റ്റാർ ഷേപ്പിൽ കാണുന്ന അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ഭാഗം നമുക്ക് മാവ് നിറച്ചു കൊടുക്കണം. 1/4 ഭാഗം മാവ് നിറച്ചത് നന്നായി ടൈറ്റായി ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു വായയിലേക്ക് മുറുക്കിൻ്റെ രൂപത്തിൽ നന്നായി ചുറ്റിയെടുത്തിട്ടുണ്ട്. ഒരു കടായി വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ട് വേണം ഓരോ മുറുക്കും അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം. അപ്പോൾ ഞാനിവിടെ എല്ലാ മുറുക്കും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയായ മുറുക്കാണ്. നല്ല ക്രിസ്പി ആയിരിക്കുന്ന മുറുക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.